അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാനുള്ള മണ്ണ് ദുനിയാവിനെ സൃഷ്ടിച്ച് 17,000 വർഷം കഴിഞ്ഞതിന് ശേഷവും ആഖിറത്തിനെ സൃഷ്ടിച്ച് ഏകദേശം 8,000 വയസ്സ് പൂർത്തിയായതിന് ശേഷവുമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മണ്ണിനെ അല്ലാഹു തആല പടച്ചത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന വിശാലമായ 10 വള്ളിമുള്ള ഒരു ഗ്രന്ഥം ഇമാം ഖുത്ബ് ഷെഹ്റാനി ചുരുക്കിയിട്ടാണ് നമ്മളെ കയ്യിൽ ഖബീരിയത്തുൽ അഹ്മർ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം തന്നിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞതായ വലിയൊരു വീക്ഷണം, വലിയൊരു ദർശനം നമ്മൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, കടക്കാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. കാരണം ഖുത്ബ് ഷെഹ്റാനി റളിയല്ലാഹു അൻഹു അംഗീകരിച്ച വിഷയം എന്തായാലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണല്ലോ. കാരണം അത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചിന്തകളുടെയും അപ്പുറത്ത് ഒരു ലോകമുണ്ട്, ചിന്തക്കപ്പുറത്ത്, പ്രമാണങ്ങൾക്കപ്പുറത്ത് ദർശന ലോകം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആ ദർശന ലോകങ്ങളും കൂടി മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹു തആല ഈ അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഈ ലോകത്ത് ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. അതുകൊണ്ട് അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ആളുകൾ ദർശന ലോകത്തിലേക്കും കൂടി കടന്നു വന്നുകൊണ്ട് ദീനിനെ പ്രബോധനം ചെയ്യണം എന്നുള്ളതും കൂടി ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ദർശനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറഞ്ഞു, അന്നല്ലാഹു തആല ലമ്മാ ഖലഖ ആദം അലൈഹിസ്സലാം, അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ അല്ലദീ ഹുവ അഖല്ലു ജിസ്മിൻ ഇൻസാനിയിൻ തകവ്വന, രൂപം പ്രാപിച്ച ആദ്യ മനുഷ്യ ശരീരമായ ആദമിനെ അല്ലാഹു തആല പടച്ചപ്പോൾ മനുഷ്യ ശരീരങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാക്കുകയും ചെയ്തു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന മനുഷ്യരൂപല്ലെങ്കിൽ ഇവിടെ ലോകത്ത് മനുഷ്യരൂപം ഉണ്ടാവോ? ഇല്ലല്ലോ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഭൗതികപരമായതായ ആധുനിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ എതിരുമില്ല, അതിനെ നമ്മൾ എതിർക്കുന്നുമില്ല. തിരിഞ്ഞോ, ഇസ്ലാമിന്റെ വിശാലമായ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഈ രീതിക്കാണ് ഇസ്ലാം നമ്മളെ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യ ശരീരങ്ങളുടെ നിലനിൽപ്പിന്റെ എന്തായാലും ഒരു ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നമ്മൾ പറയും അത് ആദമാണ്, അതിൽ തർക്കമൊന്നുമില്ല. തിരിഞ്ഞോ, അപ്പോ മനുഷ്യ ശരീരങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാക്കിയിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പടച്ചപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കാനുള്ള ആ മണ്ണിന്റെ മിശ്രിതത്തിൽ നിന്ന് ഒരു അവശിഷ്ടം ബാക്കിയായി. അതിന് പടച്ചതായ മിശ്രിതം ഉണ്ടല്ലോ, ആദം നബിയെ പടക്കാൻ വേണ്ടി വെച്ച മിശ്രിതം. പല സ്ഥലങ്ങളിൽ നിന്ന് മണ്ണെടുത്തിട്ടാണ് എന്ത് ചെയ്തത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പലതും കൂട്ടിയിട്ടാണ്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്ത് ചെയ്യുക, ഈ ലോകത്തിന്റെ പ്രകൃതി സ്വഭാവങ്ങളായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മനുഷ്യനിലുണ്ട്. എന്ത് കാര്യങ്ങളുണ്ടോ അതൊക്കെ മനുഷ്യനിലുണ്ട്. അനാസിറുൽ അർബഅ എന്ന് പറയുന്ന വെള്ളം, കാറ്റ്, തീയ്, മണ്ണ്, ഈ പറയുന്നതായ 4 വസ്തുവിന്റെ വിശേഷ ഗുണങ്ങൾ ആരിലുണ്ട്? മനുഷ്യനിലുണ്ട്. നൂറ് എന്ന് പറയുന്ന പ്രകാശത്തിന്റെ വിശേഷണം മനുഷ്യനിലുണ്ട്. വൈരുദ്ധ്യമായ പരസ്പരം വൈരുദ്ധ്യമായ 2 വസ്തുക്കളെ ഒരുമിച്ച് കൂട്ടിയ ഒരേ ഒരു സാധനം ആര് മാത്രമേ ഉള്ളൂ? ലോകത്ത് മനുഷ്യരെ മാത്രം. വൈരുദ്ധ്യമായ ഒരു വസ്തു ഒരു സംഗതിയിൽ ഒരുമിച്ച് കൂടോ? ഇല്ല. എന്നാൽ മനുഷ്യനിൽ നൂറും ഒരുമിച്ച് കൂടും, ഇരുട്ടും എന്ത് ചെയ്യും? ഒരുമിച്ച് കൂടും. 2 വൈരുദ്ധ്യമായ വസ്തുക്കളാണ്. അതിൽ ലോകത്ത് അത്ഭുതകരമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രകൃതിയുടെ സ്വഭാവ ഗുണങ്ങളായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മനുഷ്യനിൽ അടങ്ങിയിട്ടുണ്ട്. അതിനെന്ത് ചെയ്യണം? മനുഷ്യനെ അറിയണം.
മനുഷ്യനെ അറിഞ്ഞാൽ അവനിൽ ദൈവീകപരമായ സ്വഭാവങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗുണങ്ങളും അവനിൽ സമ്മേളിച്ചിട്ടുണ്ട്. അവന്റെ കീഴിലാണ് ഈ ലോകമായി കാണുന്ന എല്ലാ ലോകങ്ങളും എന്ന് ബോധ്യമാകാം. അങ്ങനെ ആലം കബീറായ ഏറ്റവും ഉന്നതമായ മനുഷ്യന ലോകമായിട്ട് ഈ ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ നിന്നപ്പോഴാണ് തന്റെ കീഴിലുള്ള മൊത്തം ലോകങ്ങളെ ഇബ്നു അറബി തങ്ങൾ എന്ത് ചെയ്തത് ഇവിടെ പരിചയപ്പെടുത്തി തരാനുള്ള കാരണം. വലിയ വിഷയല്ലേ, ചിന്തിക്കേണ്ട വിഷയല്ലേ, ആലോചിക്കേണ്ട വിഷയല്ലേ. നമ്മളുടെ ഹൃദയത്തെ നമ്മളുടെ കർണപുടങ്ങളിലേക്ക് എപ്പോഴും അടിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് ഒരു ഉൾക്കാഴ്ച ദർശനം എന്ന് പറയുന്ന ഒരു ദർശന ലോകത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വലിയൊരു പാഠം ഇബ്നു അറബി തങ്ങൾ നമ്മളെ നൽകുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, എന്ത് ചെയ്യുക, ആ മണ്ണിന്റെ മിശ്രിതത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു അവശിഷ്ടം ബാക്കിയായപ്പോൾ ഹുലിക മിൻഹ അന്നഖലത്തു, അതിൽ നിന്നാണ് ഈന്തപ്പനയെ എന്ത് ചെയ്തു അള്ളാഹു തആല എന്ത് ചെയ്തത് പടച്ചത്. ഈന്തപ്പന മരം ഉണ്ടല്ലോ, അതിനെ അള്ളാഹു തആല എന്ത് ചെയ്തത് പടച്ചത്. അപ്പൊ ആ മിശ്രിതത്തിൽ നിന്ന് പടച്ചു എന്ന് പറയുമ്പോ ആ മിശ്രിതത്തിൽ നിന്ന് നമ്മളിപ്പോ എന്ത് ചെയ്യുക, സിമെന്റ് കുഴക്കുമ്പോൾ അതിൽ സിമെന്റ് ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, അതുപോലെ തന്നെ പിന്നെ മണലുണ്ടാവും, അല്ലെങ്കിൽ എംസാൻഡ് ഉണ്ടെങ്കിൽ എംസാൻഡ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് മിശ്രിതങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുഴക്കുക. തിരിഞ്ഞോ? ഇന്നുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണുകൾ പല സ്വഭാവ ഗുണങ്ങളുള്ള മണ്ണുകളും മറ്റുള്ളതൊക്കെ എന്ത് ചെയ്തു ഒരുമിച്ച് കൂട്ടിയപ്പോ അതിൽ നിന്ന് ഒരു മിശ്രിതം കുഴച്ചിങ്ങനെ കഴിഞ്ഞപ്പോ ഒരു മിശ്രിതം എന്ത് ചെയ്തു ബാക്കിയായി. ആ മിശ്രിതമാകുന്ന ഒരു സംഗതിയിൽ നിന്ന് ആ മിശ്രിതത്തെ അള്ളാഹു തആല മാറ്റി വെച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് അള്ളാഹു തആല നഖ്ലത്ത് എന്ന് പറയുന്ന ഈന്തപ്പന മരം എന്ത് ചെയ്തു അള്ളാഹു തആല എന്ത് ചെയ്തു പടച്ചു. വസമ്മാഹ ഫഹുവ ഉഖ്തുൽ ലി ആദം അലൈഹിസ്സലാം, അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരിയായിട്ടാണ് കണക്കാക്കേണ്ടത്. ഏതിനെ? ഈത്തപ്പഴ മരത്തെ. സഹോദരി എന്ന് പറഞ്ഞാൽ ഇതൊരു ഉപമയായിട്ട് മനസ്സിലാക്കിയാൽ മതി. തിരിഞ്ഞോ? സഹോദരി എന്ന് പറഞ്ഞാൽ വഹിയലന അമ്മത്തു, നമുക്കത് അമ്മായിയാണ് ഈത്തപ്പഴ. ഇബ്നു അറബി തങ്ങൾ പറയാണ്, വഹിയലന അമ്മത്തു, നമുക്ക് അമ്മായിയാ, നമ്മളെ വാപ്പാന്റെ പെങ്ങളെ അമ്മായി എന്നല്ലേ വിളിക്കുക. അതെ. വസമ്മാഹ ശറഉ അമ്മ, ഷറഅ് വാപ്പാന്റെ പെങ്ങൾക്ക് പറയുന്ന പേരെന്താ? അമ്മത്ത് എന്നാണ്, അമ്മായി എന്നാണ്. വശബ്ബഹ, എന്നാൽ ഷറഅ് ഈ അമ്മായിയെ ഉപമിച്ചത് ബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനോടാണ്. ഈത്തപ്പന മരത്തെ ഉപമിച്ചത് ഒരു മുഅ്മിനായ മനുഷ്യനോടാണ് ഷറഅ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, മസലുൽ മുഅ്മിനി കമസലിൻ നഖ്ല, ഒരു മുഅ്മിന്റെ ഉദാഹരണം ഒരു ഈത്തപ്പന മരം പോലെയാണ്. കണ്ടാ, ഒരു ഈന്തപ്പനയെ പോലെയാണ്. നേരെ മറിച്ച് വേറൊരു ഹദീസിൽ കാണാം, ഇന്ന മിന ശജറത്തി ശജറത്തൻ ലാ യസ്ഖുതു വറഖുഹാ, ഇല കൊഴിയാത്ത ഒരു മരങ്ങളിലുണ്ട്. വഇന്നഹാ മസലുൽ മുഅ്മിൻ, അത് മുഅ്മിന്റെ ഉദാഹരണമാണ്, അതൊരു മുഅ്മിനിന്റെ ഉപമയാണ് ആ പറയുന്ന മരം. അതിനെ മുഅ്മിനോടാണ് ഉപമിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഫഹദ്ദിസൂനി മാ ഹിയ, ഏതാണ് ആ മരം, ഇല കൊഴിയാത്ത മരം ഏതാണ് നബി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഖാല ഹിയ നഖ്ല, അത് ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു. തിരിഞ്ഞോ? ഈന്തപ്പനന്റെ പ്രത്യേകതകൾ എന്താ? എന്തിനാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുക, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കാനുള്ള മണ്ണിൽ നിന്ന് ഒരു അംശം അവശേഷിക്കുകയും ആ അംശത്തിൽ നിന്ന് ഈത്തപ്പന മരം തന്നെ അള്ളാഹു തആല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ഈ ഈത്തപ്പന മരം പോലെ ആകണം ആദമേ നീ എന്നുള്ള ഏറ്റവും വലിയൊരു സന്ദേശം കൂടി അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ ഈത്തപ്പന മരം പോലെയാകണം. ഈത്തപ്പനൊക്കെ എന്താ പ്രത്യേകത? ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താ? അതിന്റെ വേര് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലും. ഈത്തപ്പന മരത്തിന്റെ വേരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലും. നമ്മളുടെ ഈമാൻ, മുഅ്മിന്റെ ഈമാൻ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇല്ല, ഈമാനിന് 5 സ്റ്റെപ്പുകളുണ്ട്. ഈമാനിന് എന്ത് ചെയ്യുക? 5 സ്റ്റെപ്പുകളുണ്ട്. തഖ്ലീദിലൂടെയുള്ള ഈമാനുണ്ട്, എന്ത് ചെയ്യുക, പ്രമാണങ്ങളിലൂടെയുള്ള ഈമാനുണ്ട്, ദർശനത്തിലൂടെയുള്ള ഈമാനുണ്ട്, ഹഖീഖിയായ ഈമാനുണ്ട്, അതും കഴിഞ്ഞിട്ട് ഖഫിയായ ഈമാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഉന്നതമായ എന്തുണ്ട്? ഈമാനുണ്ട്. അതിന്റെ അപ്പുറത്തും കഴിഞ്ഞിട്ട് ഹക്കും ഹഖീഖത്തും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഈമാനുണ്ട്. ആ ബോധതലത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുക, വിശ്വാസവും വിശ്വാസിയും ഒക്കെ എന്ത് ചെയ്യുക, ഇല്ലാതെയായിട്ട് അവൻ യഥാർത്ഥമായ ഒരു ഉറപ്പുള്ളവനായി അവൻ എന്ത് ചെയ്യും? മാറും.
അവൻ യക്കീന്, അവൻ യഥാർത്ഥമായ ഒരു ഉറപ്പുള്ളവനായിട്ട് എന്ത് ചെയ്യും, അവൻ മാറും. അപ്പോ ദർശന ലോകം കണ്ടറിയുകയും തൊട്ടറിയുകയും, അല്ലെങ്കിൽ ആന്തരിക ആത്മീയ ലോകം അള്ളാഹുവിനെ കണ്ടറിയുകയും തൊട്ടറിയുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഉറപ്പിന്റെ ലോകത്തിലേക്ക് എന്ത് ചെയ്യും, അവൻ എത്തും. ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാ, മാ ഹഖീഖത്തു ഈമാനിക യാ ഹാരിസ, നിന്റെ ഈമാന്റെ ഹഖീഖത്ത് എന്താണെന്ന് ചോദിച്ചില്ലേ, ആ പറയുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ എത്തിയപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അന്ന് പറഞ്ഞത്, ഇന്ന് ഞാൻ സ്വർഗം കാണുന്നുണ്ട്, നരകം കാണുന്നുണ്ട്, കല്ലും അതുപോലെ തന്നെ സ്വർണവും എല്ലാം എനിക്ക് എന്ത് ചെയ്യുക, സമമായി കാണുന്നു. ഒന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, മനസ്സിന് എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രത്യേകമായ തുടിപ്പോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു അത്ഭുതമോ ഒന്നും തോന്നുന്നില്ല. എല്ലാം ഉറപ്പുള്ള ഒരു ലോകത്തിലൂടെ, കണ്ടറിയുന്ന തൊട്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ ഒരു ലോകത്തിലൂടെ ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. മറയില്ലാത്തൊരു ലോകത്തിലൂടെ ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ യഥാർത്ഥമായ യഖീനിന്റെ ആളായി മാറിയിട്ടുണ്ട്. അപ്പോളാ പറഞ്ഞത്, ഇദാ അസംത ഫൽസം, അത് മുറുകെ പിടിച്ച് ജീവിച്ചോ, അതാണ് ഒറിജിനൽ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ മുഅ്മിനിന്റെ ഈമാൻ ആകണമെങ്കിൽ എന്ത് ചെയ്യുക, ആഴത്തിൽ നമ്മളുടെ വേരുകൾ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈത്തപ്പന മരത്തോട് എന്ത് ചെയ്യാണ് ഇതാക്കള. പിന്നെ ഈത്തപ്പന മരക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഉയരത്തിലേക്ക് പോകും ഈത്തപ്പന മരം. നമ്മളും അങ്ങനെ ഒരു മുഅ്മിനും ഉയരത്തിലേക്ക് പോകണം കേട്ടോ എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇവിടെ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ ആ പറയുന്ന മണ്ണിൽ നിന്ന് ഒരു അംശത്തിൽ നിന്ന്, മണ്ണിന്റെ ഒരു അംശത്തിൽ നിന്ന് ഈത്തപ്പന മരത്തെ എന്ത് ചെയ്യുക, പടക്കലിലൂടെ. അതുപോലെ ഈത്തപ്പന മരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ചൂടിലും അത് നിലനിൽക്കുകയും ചൂടിലും അതെന്ത് ചെയ്യും, ഫലം കായുകയും ചെയ്യും. അള്ളാഹുവിന്റെ ജലാലിയത്താകുന്ന ഗാംഭീര്യതയുടെ വിശേഷണങ്ങൾ ഒരു മനുഷ്യനിലൂടെ കടന്നു വരുമ്പോൾ അതിലും എന്ത് ചെയ്യുക, പിടിച്ചു നിൽക്കാൻ കഴിയുകയും അതിൽ ഗുണം ചെയ്യാൻ എന്ത് ചെയ്യുകയും കഴിയണം എന്നുള്ള വലിയൊരു സന്ദേശം അവിടെ ഈത്തപ്പന മരത്തോട് മുഅ്മിനെ ഉപദേശിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോകത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി തരുന്നുണ്ട്. അതുപോലെ ഈത്തപ്പന മരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, എല്ലാ ഭാഗവും ഉപയോഗപ്പെടുത്താം. അതിന്റെ പഴം, അതിന്റെ ഇല, അതിന്റെ തണ്ട് എല്ലാം ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഈത്തപ്പന മരത്തിന്റെ. എല്ലാം ഉപയോഗപ്പെടുത്താം. ഈത്തപ്പഴം നമുക്ക് എത്ര കഴിച്ചാലും മടുപ്പ് വരുമോ? ഇല്ലല്ലോ. എത്ര ഈത്തപ്പഴം കഴിച്ചാലും മടുപ്പ് വരൂല. അതിന്റെ പ്രത്യേകത അതാണല്ലോ. അതുപോലെ ഒരു മുഅ്മിനിൽ നിന്ന് കിട്ടുന്നതായ വസ്തു എത്ര കിട്ടിയാലും എന്ത് ചെയ്യൂല, മടുപ്പ് എന്ത് ചെയ്യൂല, വരൂല. മുഅ്മിന്റെ ഫലം ഒരു കാലത്തും എന്ത് ചെയ്യൂല, ആർക്കും എന്ത് ചെയ്യുക, മടുപ്പുള്ളതായിട്ട് എന്ത് ചെയ്യൂല, വരൂല. അതുകൊണ്ട് മുഅ്മിന്റെ ഒരു സാന്നിധ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, എല്ലാം ഉപകാരമായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാനും, കാറ്റ് വന്നാൽ പോലും അതിനെന്ത് ചെയ്യും, വഴങ്ങും. ആര്? ഈത്തപ്പന മരത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വേരോടുകൂടെ അതിനെ പിഴുതു പറിക്കാൻ ഒരു കാറ്റിനും എന്ത് ചെയ്യൂല, സാധിക്കൂല. അതാണ് ഈത്തപ്പന മരത്തിന്റെ പ്രത്യേകത. ആ ഈത്തപ്പന മരത്തിനോട് മുഅ്മിനായ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈത്തപ്പന മരം നമ്മളുടെ അമ്മായിയാണ് എന്നാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നത്. കാരണം ഈത്തപ്പന മരത്തെ അല്ലാഹു തആല പടക്കുന്നത് എന്തിൽ നിന്നാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയതായ ആ മണ്ണിന്റെ മിശ്രിതത്തിൽ നിന്ന് ഒരു മിശ്രിതം ബാലൻസ് വന്നപ്പോൾ അതിൽ നിന്നാണ് ഈത്തപ്പഴ മരത്തെ എന്ത് ചെയ്തത്, പടച്ചത്. ആ ഈത്തപ്പന മരത്തിന് അത്രയും വലിയ പ്രത്യേകത ഉണ്ട്. എന്നിട്ട് ഇബ്നു അറബി തങ്ങൾ പറയാണ്, വലഹ അസ്റാറുൻ അജീബത്തുൻ ദൂന സായിരിൻ നബാത്ത്, മറ്റ് സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് അത്ഭുതകരമായ രഹസ്യങ്ങൾ അതിനുണ്ട്. അതാണ് ഞാൻ ആ പറഞ്ഞ ഉപമകളൊക്കെ. ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെയാകണം. എന്റെ ഖലീഫമാരായി, എന്റെ സൃഷ്ടികളായി ലോകത്ത് മനുഷ്യൻ വരുമ്പോൾ ഈ രീതിക്കാകണം എന്നുള്ളത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കൂടി അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കാണ്. അതിലൂടെ എന്ത് ചെയ്യുക, സൃഷ്ടി ലോകത്തിനും എന്ത് ചെയ്യാണ്, ഇവിടെ ബോധ്യപ്പെടുത്തി തരികയാണ്. എന്നിട്ട് പറയാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉണ്ടാക്കാൻ വെച്ചതായ ആ മണ്ണിന്റെ മിശ്രിതത്തിൽ നിന്ന് അല്പം ബാക്കിയായപ്പോൾ ആ അല്പത്തിൽ നിന്ന് അല്ലാഹു തആല ഇത്രയും വലിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു ഈത്തപ്പന മരത്തെ അല്ലാഹു തആല പടച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അംശം കൂടി അതിൽ ശേഷിച്ചു എന്ന തിരിഞ്ഞോ, ഖദ്റു സിംസമത്തി ഫിൽ ഖഫാ, ഒരു എള്ളിന്റെ വലിപ്പത്തിലുള്ള ഒരു സാധനം. നമ്മളെ എള്ളില്ലേ, ആ എള്ളിന്റെ വലിപ്പത്തിലുള്ള ഒരു അദൃശ്യമായ ഒരു സാധനം എന്ത് ചെയ്തു, അവിടെ ഒരു മണ്ണ് എന്ത് ചെയ്തു, ശേഷിച്ചു എന്ന, ഒരു മിശ്രിതം എന്ത് ചെയ്തു, ശേഷിച്ചു എന്ന ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് ഇബ്നു അറബി തങ്ങൾ പറയാണ്, ഇദാ ജുഇലൽ അർശു വമാ ഹവാഹു,
അർഷും അള്ളാഹുവിന്റെ അർഷാകുന്ന സിംഹാസനമാകുന്ന അർഷും അതിലുള്ളതും, വൽ കുർസിയു കുർസിയും, വസ്സമാവാത്തു 7 ആകാശങ്ങളും, വൽ അർളൂന 7 ഭൂമികളും, വമാ തഹ്തസ്സറ മണ്ണിനടിയിലുള്ള സർവ്വതും, വൽ ജന്നാത്തു സ്വർഗങ്ങളും. സ്വർഗം എന്നല്ല പറഞ്ഞത് കേട്ടോ, സ്വർഗങ്ങൾ. ഒരുപാട് സ്വർഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുക ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഏതാണ് സ്വർഗങ്ങൾ? അതൊക്കെ ഇനി ചർച്ചയിൽ വരും. നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. വൽ ജന്നാത്തു സ്വർഗങ്ങളും, കുല്ലുഹ എല്ലാ സ്വർഗങ്ങളും, വന്നാറു നരകം. അവിടെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫി ഹാദിഹിൽ അർള് ഈ ഭൂമിക്കുള്ളിൽ വെച്ചാൽ. ഏത് ഭൂമി? ഏത് ഭൂമി? ഫമദ്ദല്ലാഹു തിൽക്കൽ ഫളലത്തി അർളൻ വാസിഅത്തൽ ഫലാ. ആ എള്ളിന്റെ വലുപ്പമുള്ള ആ അദൃശ്യമായ ഒരു അംശം അവിടെ ബാക്കിയായല്ലോ. ആ എള്ളിന്റെ അംശമുള്ള അദൃശ്യമായ ആ ചെറിയ അവശിഷ്ടത്തിൽ നിന്ന് അല്ലാഹു തആല ഒരു ഭൂമിയെ വ്യാപിപ്പിച്ചെടുത്തു. വിശാലമായ ഒരു ഭൂമിയെ എന്ത് ചെയ്തു? അല്ലാഹു തആല വ്യാപിപ്പിച്ചെടുത്തു എന്നാ പറയുന്നത്. വിശാലമായ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന മനുഷ്യന്മാർ ജീവിക്കുന്ന ഭൂമിയാണോ? അല്ല. അതാണ് ഇബ്നു അറബി തങ്ങൾ അടുത്ത് പറയാണ്, ഇദാ ജുഇലൽ അർശു വമാ ഹവാഹു. എന്ത് ചെയ്യുക? അർഷ് അള്ളാഹുവിന്റെ സിംഹാസനവും അതുപോലെ തന്നെ അതിലുള്ള മുഴുവനും. സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിയണ്ടേ? തൽക്കാലം ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കുക, പിന്നെ നമുക്ക് അർഷിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. വൽ കുർസിയു അള്ളാഹുവിന്റെ കുർസിയും, വസ്സമാവാത്തു 7 ആകാശങ്ങളും, വൽ അർളൂന 7 ഭൂമികളും, വമാ തഹ്തസ്സറ മണ്ണിനടിയിലുള്ള സർവ്വതും, വൽ ജന്നാത്തു കുല്ലുഹ എല്ലാ സ്വർഗങ്ങളും. ഏതാ എല്ലാ സ്വർഗങ്ങളും? ഒന്നിലധികം സ്വർഗം ഉണ്ടോ? ആണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. 2 സ്വർഗം ഉണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ എത്ര സ്വർഗം ഉണ്ട്? നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. വന്നാറു നരകം. അവിടെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നരകവും സ്വർഗങ്ങളും മണ്ണിനടിയിലുള്ള മുഴുവനും ഭൂമികളും ആകാശങ്ങളും കുർസിയും അതുപോലെ തന്നെ അർഷും അർഷിലുള്ളത് മുഴുവനും ഈ പറയുന്ന ഈ ഒരു അണുമണിയിൽ നിന്ന്, അതായത് ഈ എള്ളിന്റെ മണിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട ആ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയിൽ അല്ലാഹു തആല വെച്ചു കഴിഞ്ഞാൽ കാനൽ ജമീഉ ഫിഹാ കഹലഖത്തി മുൽഖാത്തിൻ ഫി ഫലാത്തിൻ മിനൽ അർള്. വിശാലമായ ഒരു മരുഭൂമിയിൽ എറിഞ്ഞിട്ടിരിക്കുന്ന ഒരു മോതിരം പോലെയായിരിക്കും ഇത് മൊത്തം വെച്ചാൽ. അപ്പൊ എന്തായിരിക്കും ഈ ഭൂമി? ആ പറയുന്ന ഒരു എള്ളുമണിയിൽ നിന്ന് അല്ലാഹു തആല പടച്ചതായ വിശാലമായ ഭൂമിയിൽ അള്ളാഹുവിന്റെ അർഷും അർഷിലുള്ളതും കുർസും 7 ആകാശവും 7 ഭൂമിയും അതുപോലെ തന്നെ മണ്ണിനടിയിലുള്ളതും സ്വർഗങ്ങളും നരകവും ഒക്കെ വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യുക? മരുഭൂമിയിൽ ഇങ്ങനെ എറിഞ്ഞിട്ട ഒരു മോതിരക്കല്ല് പോലെ ഉണ്ടാവുക. അവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യുക? പ്രകൃതി ലോകം എന്ന് പറയുന്ന ഇബ്നു അറബി തങ്ങളുടെ ലോകം ഈ ഭൂമിയെ ഉൾക്കൊള്ളുന്നതല്ല, ആകാശങ്ങളെ ഉൾക്കൊള്ളുന്നതല്ല, 7 ഭൂമികളെയും 7 ആകാശങ്ങളെയും ഉൾക്കൊള്ളുന്നതല്ല ഇബ്നു അറബി തങ്ങൾ പറയുന്ന ലോകം. മനസ്സിലായോ? അതുകൊണ്ടാണ് വഫീഹാ മിനൽ അജായിബി വൽ ഖറായിബി മാ ലാ യഖ്ദുറു ഖദ്റുഹു. അതിൽ അളക്കാനാവാത്തത്രയും അത്ഭുതങ്ങളും അപൂർവമായ കാര്യങ്ങളും ഉണ്ട്. വയുബ്സിറുൽ ഉഖൂല അംറുഹു. അവയുടെ സ്വഭാവം ബുദ്ധികളെ വിസ്മയിപ്പിക്കുന്നതാണ്. അത്രയും വലിയ ലോകമാണ്. തിരിഞ്ഞോ? ഈ കാണുന്നപ്പോ നമ്മളിപ്പോ പ്രത്യക്ഷത്തിൽ ഇവിടെ വിലയിരുത്തിയതായ അർശ് കുർസി 7 ആകാശം ഭൂമി എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയ അല്ലാഹു തആല എള്ളിന്റെ വലിപ്പത്തിൽ നിന്ന് അദൃശ്യമായി ഉണ്ടാക്കിയതായ ഒരു അംശത്തിൽ നിന്ന് ഉണ്ടാക്കിയ വിശാലമായ ഭൂമിയിൽ ഒരു മോതിരം വെച്ചതുപോലെ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ഭൂമി എന്ന് പറയുന്ന ഇബ്നു അറബി തങ്ങളുടെ വീക്ഷണമുള്ള ഭൂമി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ഇതിനപ്പുറമാണ്. അവിടെയാണ് ഇബ്നു അറബി തങ്ങൾ തുടർന്ന് പറയുന്നത്, വഫീ കുല്ലി നഫസിൻ, ഓരോ നിമിഷത്തിലും ഖലഖല്ലാഹു ഫീഹാ, ഈ പറയുന്ന ലോകങ്ങളിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ അല്ലാഹു അവാലിമ, ഓരോ പുതിയ ലോകങ്ങളെ അല്ലാഹു തആല പടക്കുന്നുണ്ട്. യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ ലാ യഫ്തറൂൻ. ആ പുതിയ ലോകത്തിലുള്ള ഓരോരുത്തരും മടുപ്പില്ലാതെ രാത്രിയും പകലും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ ഒരു കാര്യം, ഇത് ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ ഭൂമിയുടെ വലുപ്പത്തെ കുറിച്ചുള്ള പ്രസ്താവന അല്ലട്ടോ.
അങ്ങനെ മനസ്സിലാക്കരുത്. ഇങ്ങനെ ഒരു ലോകം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിക്കാൻ കഴിയുന്നവർക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇബ്നു അറബി തങ്ങൾ നമുക്ക് ഇട്ട് തരുന്നതും കൂടി. അതും കൂടി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അഥവാ ആത്മീയ ദൃഷ്ടി കൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തിയാൽ അനന്തമായ വലിയൊരു ലോകം ഈ ലോകത്തുണ്ട്. അവിടെയാണ് 18,000 ലോകം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ദർശിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു അറബി തങ്ങൾ പറയാനുള്ള കാരണം. ഓരോ നിമിഷത്തിലും അത് ഇബ്നു അറബി തങ്ങള് ചിലപ്പോൾ അന്ന് ദർശിച്ച ആ ഒരു അവസ്ഥ അനുസരിച്ച് പറഞ്ഞതായിരിക്കും. അതിനുശേഷം ദർശിച്ച അവസ്ഥകൾ നോക്കുമ്പോഴോ അതിനെക്കാട്ടിയും വലിയൊരു ലോകം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ ഇബ്നു അറബി തങ്ങള് യാക്കൂത്തിന്റെ ലോകത്തും സ്വർണത്തിന്റെ ലോകത്തും വെള്ളിയുടെ ലോകത്തും ലോഹങ്ങളുടെ ലോകത്തും ലോഹങ്ങൾ മാത്രമുള്ള ഒരു ലോകത്തും സ്വർണങ്ങൾ മാത്രമുള്ള ഒരു ലോകത്തും അതുപോലെ തന്നെ എന്തെല്ലാം അത്ഭുതങ്ങൾ, പറയാൻ പറ്റാത്ത അനന്തമായ അത്ഭുതങ്ങളുള്ള അത് മാത്രമുള്ള വലിയൊരു ലോകം പോയി കണ്ടതൊക്കെ ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുതുഹാത്തുൽ മക്കയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിപ്പോ നമുക്ക് പറയാൻ സമയം കിട്ടൂലല്ലോ. അതുകൊണ്ട് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ഒരു ദർശനം, സൃഷ്ടി എന്നുള്ളത് നമുക്ക് കാണുന്ന ഈ ലോകത്ത് അവസാനിക്കുന്ന ഒന്നല്ല. നമ്മൾ കാണുന്ന ലോകത്തുള്ളതല്ല സൃഷ്ടി. അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ വിശാലത മനുഷ്യന്റെ കണക്കിനും ഭാവനക്കും അതീതമാണ്, അതിന്റെ അപ്പുറത്താണ്. കാരണം അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഇൽമു ലഭിക്കുന്ന ആളാണ് ഞാൻ എന്നും, അള്ളാഹുവാണ് ഈ വിജ്ഞാന ലോകം എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നും, എനിക്ക് കശ്ഫ് മുഖേനയാണ് ഇതൊക്കെ ലഭിക്കുന്നത് എന്നും, അള്ളാഹുവിന്റെ ഔസാഫുകളെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കൊണ്ട് നിന്ന ഒരു മഹാൻ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അള്ളാഹുവിന്റെ വിശേഷണ ഗുണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ ലോകത്ത് വെളിവാകുന്ന തെജല്ലിയാത്തുകൾക്ക് അറ്റമില്ലാത്തതുപോലെ അവർ ആ ഒരു വിശേഷണത്തിൽ നിൽക്കുമ്പോൾ അവരിൽ നിന്ന് വെളിവാകുന്ന അറിവുകൾക്കും അവരിൽ നിന്ന് വരുന്നതായ വിഷയങ്ങൾക്കും മാറ്റമുണ്ടാവോ? ഇല്ലല്ലോ. അവിടെയാണ് ഈ ഇൽമുകളൊക്കെ ഇബ്നു അറബിയിൽ നിന്ന് പ്രത്യക്ഷമാകുന്നത്. അനന്തമായ ഒരു ലോകത്തിലൂടെ ഇബ്നു അറബി തങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത്. ചുരുക്കത്തിൽ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ആശയം, ഒരു മനുഷ്യന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. മനുഷ്യനാണ് ഏറ്റവും ഉന്നതമായ വസ്തു. അള്ളാഹു അവനെ ആദരിച്ചിട്ടുണ്ട്. എത്തിപ്പിടിക്കാൻ പറ്റാത്ത അള്ളാഹുവിന്റെ അനന്തമായ ലോകത്തിലൂടെ അനന്തമായിട്ട് ഒരു മനുഷ്യനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും. അതിൽ എന്ത് ചെയ്യുക, ബുദ്ധിയിൽ മാത്രം നിൽക്കാതെ, അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ശരി, ആ ബുദ്ധിയിൽ മാത്രം നിൽക്കാതെ കശ്ഫും കൂടി ഉണ്ടാക്കിയെടുക്കണം. ഒരു ആന്തരിക തുറവടി എന്ന് പറയുന്ന ഒരു ഫതഹ് അള്ളാഹു നമുക്ക് നൽകാനുണ്ട്. അതും കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിന് നാം എന്ത് ചെയ്യണം? നിർജീവമായ വസ്തുവിനെ കണ്ടാൽ അതിൽ മാത്രം നിൽക്കരുത്. സസ്യങ്ങളെ കണ്ടാൽ അതിൽ മാത്രം നിൽക്കരുത്. മനുഷ്യനെ കണ്ടാൽ മനുഷ്യന്റെ രൂപത്തിൽ മാത്രം നിൽക്കരുത്. എന്ത് ചെയ്യുക, ജീവികളെ കണ്ടാൽ ജീവികളിൽ മാത്രം എന്ത് ചെയ്യരുത്, നിൽക്കരുത്. മറിച്ച് സൃഷ്ടിയിലൂടെ ആന്തരികമായ ദർശനം നടത്തി സൃഷ്ടാവിലേക്കുള്ള മഅരിഫത്തിന്റെ യാത്ര ചെയ്ത് ആ ഇൽഹാം ലഭിക്കുന്ന, കശ്ഫ് ലഭിക്കുന്ന ആളുകളിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിയൊരു വിജ്ഞാന ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുമെന്ന് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ലോകത്തെ പഠിപ്പിക്കുകയാണ്, നമ്മെ അറിയിച്ചു തരികയാണ്. അവിടെയാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ ഗുരുവാകുന്ന അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒരു പോത്തിനെയോ ഒരു പശുവിനെയോ ഒരു കാളയെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു മൃഗത്തെ എനിക്ക് കണ്ടാല് ആ മൃഗത്തിന്റെ വാപ്പാന്റെ വാപ്പാര് അത് ആ മൃഗം ഉത്ഭവിച്ചത് മുതലുള്ള, ഈ ലോകത്ത് മൃഗം എന്നാണോ ഉത്ഭവിച്ചത് ആ ഉത്ഭവിച്ചത് മുതലുള്ള വാപ്പാന്റെ സിൽസില എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഒരു പോത്തിനെ കണ്ടാലേ, ആര്? അലിയുൽ ഖവാസ്. ആ അലിയുൽ ഖവാസിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഖുത്ബ് ഷെഹ്റാനി റളിയല്ലാഹു അൻഹു. ആ ഖുത്ബ് ഷെഹ്റാനി പിന്നെ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞ കാര്യത്തെ അംഗീകരിക്കേണ്ടി വരൂലേ? കാരണം അവരനുഭവിച്ച ലോകത്തിലേക്ക് എന്ത് ചെയ്യുക, ഇബ്നു അറബി തങ്ങളുടെ അനുഭവിച്ച ലോകത്തിലേക്ക് അലിയുൽ ഖവാസ് തങ്ങൾ ഇമാം ഷെഹ്റാനിയെ കൊണ്ടുപോയത് കൊണ്ടാണ് ഇമാം ഷെഹ്റാനി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്, ഇത് എഴുതി വെക്കാനുള്ള കാരണം. അല്ലെങ്കിൽ നമ്മൾ ഊഹാപോഹമായിട്ട് വിശ്വസിച്ച് എന്ത് ചെയ്യുക, ഒരു ഉറപ്പില്ലാത്തൊരു കാര്യം സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുവോ? ഇബ്നു അറബി ഖുത്ബ് ഷെഹ്റാനി ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, പറഞ്ഞു കൊടുത്തത്. അറിഞ്ഞോ? അപ്പൊ ഇനി ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം എന്ന് പറയുന്നത് ഒരു ബുദ്ധിക്കും ഉൾക്കൊള്ളാത്ത വീക്ഷണമാണ്. ബുദ്ധിക്കപ്പുറത്ത് കശ്ഫ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആത്മീയമായ തുറവടി എന്ന് പറയുന്ന ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത, മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയൊരു ലോകത്തിലൂടെ മനുഷ്യനക്ക് കയറി ചെല്ലാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളും മനുഷ്യബുദ്ധിയുടെ പരിധി വിട്ട് കശ്ഫിലേക്ക് കടന്നു വരൂ. എന്നാൽ ഇതുപോലത്തെ ആലമുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു അറിവിൽ മാത്രം നമുക്ക് നിൽക്കാൻ പറ്റും. അതാണ് എന്ത് ചെയ്യുക ഇവിടുത്തെ മാറ്റം. അതുകൊണ്ട് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു വീക്ഷണവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വരാം. അവിടെ നമ്മുടെ രൂപത്തിലുള്ള മറ്റൊരു ലോകം ഉണ്ടോ? 14 കഅബകളിൽപ്പെട്ട ഒരു കഅബയാണ് നമ്മുടെ കഅബ എന്ന് പറഞ്ഞിട്ടുണ്ട്. 14 കഅബകളിൽപ്പെട്ട മറ്റൊരു കഅബ. 7 ഭൂമി 7 ആകാശം ഉണ്ടാവുമ്പോ അവിടൊക്കെ മനുഷ്യ ലോകങ്ങൾ ഉണ്ടാവുമ്പോ, മനുഷ്യനെ പോലത്തെ ലോകങ്ങൾ ഉണ്ടാവുമ്പോ അവിടെ പിന്നെ കഅബ ഉണ്ടാകണമല്ലോ. ആ ഒരു ചർച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചർച്ചകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക കഴിയുക. അതിന് ഭൂമിയിൽ ജിന്നുകൾക്ക് എത്ര പഴക്കമുണ്ട്, ഇതൊക്കെയാണ് ഇനി വരും ക്ലാസ്സുകളിൽ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനത്തെ വിജ്ഞാനങ്ങൾ കേൾക്കുമ്പോൾ അത് വലിയ ഉന്നതന്മാരായ നമ്മൾ എത്തിപ്പിടിക്കാൻ പറ്റാത്ത മഹാരഥന്മാർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിലേക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അവരെ പോലെ ആകാൻ നമ്മൾ ഒരു ആത്മീയ ലോകത്തിലേക്ക് കടക്കാൻ എന്താണ് വഴി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇതാണ് ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഇബ്നു അറബിയുടെ വിജ്ഞാനം ലോകത്തോട് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ സന്ദേശം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.